ഈ ദിവസം നിങ്ങൾക്ക് നൽകാനുള്ള ഏറ്റവും വലിയ വാർത്തയുടെ സമയത്തിലേക്ക് പോകാം, ദ ബിഗ്ഗസ്റ്റിലേക്ക്. സംസ്ഥാനത്ത് സിനിമാ സംഘടനകൾ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് പോകുന്നു. ജൂൺ അവസാനത്തോടെ സൂചനാ പണിമുടക്ക് നടത്താൻ തീരുമാനം. സൂചനാ പണിമുടക്കിന്റെ ഭാഗമായി ഒരു ദിവസം പൂർണ്ണമായും ഷൂട്ടിംഗ് നിർത്തിവെക്കും. തിയേറ്ററുകൾ അടച്ചിടുകയും വിതരണം നിർത്തിവെക്കുകയും ചെയ്യും. ഫിലിം ചേംബറിന് സർക്കാർ കത്തു നൽകി. സിനിമാ സംഘടനകളുടെ ആവശ്യം സംബന്ധിച്ച മന്ത്രിയുടെ ഉറപ്പ് പാലിക്കപ്പെട്ടില്ലെന്ന് ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി സജി നന്ദ്യാട്ട് പറഞ്ഞു. അപ്പോൾ ഗവൺമെന്റ് നമ്മൾ പറഞ്ഞ വാഗ്ദാനങ്ങൾ ഇപ്പോൾ നിറവേറ്റിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഞങ്ങൾ ഗവൺമെന്റ് ഒരിക്കൽ കത്തയച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജൂണിൽ തന്നെ സൂചനാ പണിമുടക്ക് നടത്തിക്കൊണ്ട് സമരമായി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയിരിക്കുകയാണ്. ജൂണിൽ ഞങ്ങൾ സൂചനാ പണിമുടക്ക് നടത്തും. അപ്പം തിയേറ്റർ അസോസിയേഷൻസും അവരെല്ലാം തയ്യാറാണ്. സൂചനാ പണിമുടക്കിന്റെ ദിവസം ഏത് ദിവസമാണ് അവർ തയ്യാറാകുന്നത്. കേരള തിയേറ്ററുകൾ അടച്ചിടും. പിന്നെ ഷൂട്ടിംഗ് നിർത്തിവെക്കും. ഗവൺമെന്റ് എത്ര 35 കോടി രൂപ തുടരും അതുപോലെ സിനിമകളുണ്ടെന്ന് ടാക്സ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗവൺമെന്റ് നമ്മളോട് തരേണ്ട ചില ആനുകൂല്യം ഈ ഇൻട്രസ്റ്റിൽ നിന്ന് പോകാതെ നോക്കണ ഉത്തരവാദിത്വം ഗവൺമെന്റിനുണ്ട്. ഇത് ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയാണ് അല്ലേ. അതുകൊണ്ട് ഞങ്ങൾ കത്തയച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഗവൺമെന്റ് അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഷൂട്ടിംഗ് വേണ്ടി നിർത്തിവെക്കും, ഡിസ്ട്രിബ്യൂഷൻ നിർത്തും, സൂചനാ പണിമുടക്കും. പിന്നീട് അനിശ്ചിതകാല സമരത്തേക്ക് വരുമ്പോൾ അതിന് ശേഷമാണല്ലോ കഴിഞ്ഞില്ല തിത്തൈ. വിവരങ്ങളുമായി സെയ്ഫുനീസ ചേരുന്നുണ്ട്. സെയ്ഫുനീസ, ഗുഡ് മോർണിംഗ്. ഈ സർക്കാർ നൽകിയ ഉറപ്പുകളൊന്നും തന്നെ പാലിക്കപ്പെട്ടിട്ടില്ല. കുറച്ച് മുൻപ് തന്നെ പറഞ്ഞിരുന്നു ഈ ഉറപ്പുകളിൽ ഇനി ഒരു ചർച്ച ഉണ്ടായില്ലെങ്കിൽ പണിമുടക്കിലേക്ക് സമരത്തിലേക്ക് കടക്കേണ്ടി വരുമെന്ന് സിനിമാ സംഘടനകൾ അറിയിച്ചിരുന്നു. ഇപ്പോൾ ആ ഒരു നിലപാടിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് സംഘടനകൾ, അല്ലേ? ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. തീർച്ചയായും അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കുവാനായി. മാർച്ച് ആദ്യമായിരുന്നു ഈ സിനിമാ സംഘടനകൾ ജൂൺ 1 മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുന്നു എന്ന് പ്രഖ്യാപിച്ചത്. അത് പ്രധാനമായും 2 ആവശ്യങ്ങളായിരുന്നു ഇവർ ഉന്നയിച്ചിരുന്നത്. അത് ഒന്ന്, ഇരട്ട നികുതി സിനിമാ മേഖലയ്ക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ഇരട്ട നികുതി ഒഴിവാക്കണം. അതായത് വിനോദ നികുതിയായി ഒരു തുക സർക്കാരിലേക്ക് അടയ്ക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ GST ആയും ഓരോ ടിക്കറ്റിനും പണം അടയ്ക്കുന്നുണ്ട്. ഇത് ഏതെങ്കിലും ഒന്നാക്കി മാറ്റണം എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം. ഒപ്പം തന്നെ വൈദ്യുതി ചാർജ് കുറച്ച് നൽകണം എന്നുള്ളതുമായിരുന്നു ഇവരുടെ രണ്ടാമത്തെ ആവശ്യം. അതുകൂടാതെ മറ്റു പല ആവശ്യങ്ങളുമുണ്ട്. ഇത് രണ്ടുമായിരുന്നു പ്രധാന ആവശ്യങ്ങൾ. ഇതിൽ പരിഹാരമാകാത്തത് കൊണ്ട് സമരത്തിലേക്ക് പോവുകയാണെന്ന് പറയുകയും മാർച്ച് 17 മന്ത്രി സജി ചെറിയാൻ ഇവരെ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ച് ചർച്ച നടത്തുകയും 45 ദിവസത്തിനകം തീരുമാനം ഉണ്ടാക്കാമെന്ന് പറയുകയും ചെയ്തു. പക്ഷെ അതിനുശേഷം ഇപ്പോൾ 2 മാസമായിട്ടും 2 മാസം കഴിഞ്ഞു. അതിനുശേഷവും ഇതുവരെ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. ആ തീരുമാനം ഉണ്ടാകാത്ത പശ്ചാത്തലത്തിലാണ് ഇനിയൊരു സൂചനാ പണിമുടക്കിലേക്ക് പോകുവാനായി ഫിലിം ചേംബർ തീരുമാനിച്ചിരിക്കുന്നത്. ഫിലിം ചേംബർ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഇവരുടെ എക്സിക്യൂട്ടീവ് യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിന് ശേഷമാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ജൂൺ അവസാനം സൂചനാ പണിമുടക്ക് നടത്തും. എല്ലാ തരത്തിലുള്ള ഷൂട്ടിങ്ങുകളും സിനിമാ ഷൂട്ടിങ്ങുകളും നിർത്തിവെക്കും, വിതരണം നിർത്തിവെക്കും, തിയേറ്ററുകളെല്ലാം അടച്ചിടും ഒരു ദിവസത്തേക്ക്. സിനിമാ മേഖല മൊത്തത്തിൽ സ്തംഭിപ്പിക്കാനാണ് തീരുമാനം. അതിലും തീരുമാനമായില്ലെങ്കിൽ അനിശ്ചിതകാല സമരം എന്നുള്ളതാണ് ഇപ്പോൾ സിനിമാ സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ നമ്മൾ ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി സജി നന്ദ്യാട്ടിന്റെ വാക്കുകൾ കേട്ടു. ഓരോ വർഷവും വലിയ തുകയാണ് നികുതിയായി നൽകുന്നത്. ഈ വർഷം ഇപ്പോൾ ഈ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ മോഹൻലാലിന്റെ തുടരും വലിയ വിജയമായിരുന്നു. ആ തുടരും സിനിമയ്ക്ക് മാത്രം 35 കോടി രൂപ നികുതിയായി സർക്കാരിന് ലഭിച്ചു. സിനിമാ മേഖലയിൽ നിന്ന് ഇത്രയധികം നികുതി സർക്കാരിന് ലഭിക്കുമ്പോൾ സിനിമാ മേഖലയ്ക്കും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഗുണകരമാകുന്ന രീതിയിലുള്ള സഹായങ്ങൾ വേണം എന്നുള്ളതാണ് സിനിമാ സംഘടനകളുടെ ആവശ്യം. എന്തായാലും ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം എന്നുള്ള ഒരു കടുത്ത ഒരു മറുപടിയിലേക്കും കൂടി സജി നന്ദ്യാട്ട് പോകുന്നു. അങ്ങനെയെങ്കിൽ സിനിമാ സമരം അനിശ്ചിതകാല സിനിമാ സമരത്തിലേക്ക് ഇനി അടുത്ത് തന്നെ പോകാനുള്ള സാധ്യതയുമാണുള്ളത്. ശരി ശരി സെയ്ഫുനീസ, വ്യക്തമാണ്. അപ്പോൾ സിനിമാ സംഘടനകൾ കടുത്ത നിലപാടിലേക്ക് നീങ്ങുന്നു. സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിച്ചില്ല, പിന്നീട് ചർച്ചകൾ നടന്നിട്ടില്ല. അപ്പോൾ അതിനെ തുടർന്ന് ഇപ്പോൾ ഒരു സൂചനാ സമരത്തിലേക്ക് പോകുന്ന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് സിനിമാ സംഘടനകൾ. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന് സെയ്ഫുനീസ.